ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഓൺലൈനിൽ പോവാണ്. ഏകദേശം ഒരു 6ഓളം യൂണിറ്റ്സ് ആണ് ഈ മൊഡ്യൂളിലുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 5.8 യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വളരെ ചെറിയ യൂണിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 6 യൂണിറ്റ്സ് ഒരു 10-12 വീഡിയോസ് കൂടെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ നോട്ട് ചെയ്യുക, പഠിക്കുക, തുടർന്ന് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ സിമിലർ ആയിട്ടുള്ള എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഞാനത് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആവറേജ് വാല്യൂ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ആവറേജ് വാല്യൂ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇതിൽ ഈ ടേം നമുക്ക് പരിചയമുള്ളതാണ്. ആവറേജ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന. എന്താണ് ആവറേജിൻ്റെ ഫോർമുല? സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലേ? ഒരു എക്സാമ്പിൾ പറയാൻ കഴിയുമോ? ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ 40 പേരാന്ന് എഴുതിക്കോ. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ എക്സാം നടത്തി. എനിക്ക് ആ എക്സാം മാർക്കിൻ്റെ ആവറേജ് കാണണം. ഞാൻ എന്താ ചെയ്യുക? ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ 40 സ്റ്റുഡൻസ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 40. നിങ്ങളുടെ ഏജിൻ്റെ ആവറേജ് കിട്ടണം. എന്ത് ചെയ്യും? അഗെയിൻ ഫോർമുല സം ഓഫ് ഏജസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ. നിങ്ങളുടെ ഏജ് എല്ലാം കൂടെ ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ 40 സ്റ്റുഡൻസ് ആണെങ്കിൽ 40. ഇതിലെ ഫോർമുല. എനിവേ ആവറേജ് ഈസ് ഗിവൺ ബൈ സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ അങ്ങനെ തന്നെയാണ് കാണുക. പക്ഷേ ഉള്ളൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ ആവറേജ് വാല്യൂ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, y = f(x) എന്നുള്ളൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ക്ലോസ് ലെവൽ എ ബിക്കകത്താണ്. ഈ ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് എഴുതിക്കോ. ഇതാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ക്ലോസ് ലെവൽ എ ബിക്കകത്താണ്. ഇതിനകത്താണ് നമുക്ക് ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ കാണേണ്ടത്. നമ്മുടെ ഫോർമുല എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ സം ഓഫ് വാല്യൂസ്. ഇവിടെ എത്ര വാല്യൂ ഉണ്ട്? ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ C1 എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷന് വാല്യൂ ഉണ്ട്, f(c1). അടുത്തൊരു പോയിന്റ് C2 എടുക്കുകയാണെങ്കിൽ അവിടെയും ഫംഗ്ഷന് വാല്യൂ ഉണ്ട്, f(c2). മറ്റൊരു പോയിന്റ് C3 എടുക്കുകയാണെങ്കിൽ അവിടെയും ഫംഗ്ഷന് വാല്യൂ ഉണ്ട്, f(c3). f(c1) പ്ലസ് ഇപ്പോൾ സം ഓഫ് വാല്യൂസ് അല്ലേ പറഞ്ഞത്, f(c1) പ്ലസ് f(c2) പ്ലസ് x(c3) പ്ലസ് എക്സെട്ര f(cn) എന്നെടുത്തു. പക്ഷേ എന്താ പ്രശ്നം? ഇതിനൊക്കെ ഞാൻ കുറേ പോയിന്റ്സ് മിസ്സാവുന്നില്ല. നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ എക്കും ബിക്കും അകത്ത് ഫംഗ്ഷൻ എത്ര വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ട്? ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഇൻ ബിറ്റ്വീൻ C1 C2 തന്നെ ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉണ്ട്. അതെല്ലാം കാണുക എന്ന് പറഞ്ഞാൽ, കണ്ട് സമ്മ് കാണുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. പകരം നിങ്ങളെ ആര് ഹെൽപ്പ് ചെയ്യും? നമ്മളാര് ഹെൽപ്പ് ചെയ്യും? ഇൻ്റഗ്രേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷനാണ് യൂസ് ചെയ്യുന്ന ആവറേജ് വാല്യൂ ആണ്. എന്തായാലും നമ്മുടെ ഫോർമുല സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസാണ്. നമുക്ക് ആദ്യം നമ്പർ ഓഫ് ഒബ്സർവേഷൻസിനെ കുറിച്ച് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ A മുതൽ B വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. ശരിയല്ലേ? എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അവിടെ? ഇൻഫിനിറ്റ് മെനി വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുക എന്താ പറയുക? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിട്ട് എടുക്കുക. ഈ ഇൻ്റർവെലിൻ്റെ ലെങ്ത്താണ്. ഞാൻ ഇതിന് പുറകുള്ള തിയറി പറയുന്നില്ല, ഫോർമുലയ്ക്ക് ഡയറക്റ്റ് പോവാം. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഇവിടെ A മുതൽ B വരെ ഇൻഫിനിറ്റി മെനി വാല്യൂസ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എടുക്കുക ഈ ലെങ്ത് ആണ് എടുക്കുക നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിട്ട്. A മുതൽ B വരെ എത്രയാണ് ലെങ്ത്? A മുതൽ B വരെയുള്ള ലെങ്ത് B - A ആണ്. ക്ലിയർ? ഇനി എന്താ വേണ്ടത്? സം ഓഫ് ഒബ്സർവേഷൻസാണ്. ഈ സമ്മ് നമുക്കറിയാമല്ലോ, നമ്മൾ ഇൻ്റഗ്രേഷനൊക്കെ പഠിച്ചപ്പോഴേ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ അല്ലേ? അല്ലേ? അപ്പോൾ സമ്മ് കാണുന്നതിന് പകരം നമ്മൾ എന്താ കാണുക? ഇൻ്റഗ്രൽ കാണും. ഇൻ്റഗ്രൽ A to B f(x) dx കാണാം. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. സമ്മ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷനാണ്. n ഇവിടെ ഇൻഫിനിറ്റി മെനി വാല്യൂസ് ഉള്ളത് ആരാണ്? B - A ആണ്. സോ വാട്ട് ഈസ് അവർ ഫോർമുല? 1/B - A ഇൻറ്റു ഇൻ്റഗ്രൽ A to B f(x) dx. ഈ ഫോർമുല മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അത് പഠിക്കുക, അത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഫോർമുല അവിടെ എഴുതുന്നത്. സോ ആവറേജ് വാല്യൂ ഓഫ് f കണ്ടിന്യൂസ് ആണ്. ആവറേജ് വാല്യൂ ഓഫ് f ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ AB is equal to 1/B
b minus I into integral a to b f of x dx. ഇതാണ് ഫോർമുല. ക്ലിയർ? ആ ഫോർമുല എല്ലാവരും പഠിക്കുക. ആവറേജ് വാല്യൂ ഓഫ് എഫ് is equal to 1 by b minus I into integral a to b f of x dx. പഠിച്ചോ? അതേ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തേ. ആവറേജ് വാല്യൂ ഓഫ് എഫ് is equal to 1 by b minus I into integral a to b f of x dx. ഇൻ്റഗ്രൽ അറിഞ്ഞാൽ മതി പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ് ലീവോ? ഫൈൻഡ് ദ ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇക്വൽ റൂട്ട് എക്സ്. ഏതാ ഇൻ്റർവൽ? 1 to 4. So a and b. Formula. So average is equal to 1 by b minus I into integral a to b f of x dx. And that is equal to 1 by b minus I അവിടെ എത്ര വരിക? 4 minus 1. So 4 minus 1 into integral a to b. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട്. 1 by b minus I into integral a to b f of x. ആരാ f of x? root x dx. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. So this is equal to 1 by 3 into root x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x raised to 1 by 2 അല്ലേ? x raised to n അല്ലേ? എന്താ ഫോർമുല? x raised to n plus 1 by n plus 1. എത്ര n? root x ആകുമ്പോൾ 1 by 2. So x raised to 1 by 2 plus 1 by 1 by 2 plus 1. 1 by 2 plus 1 simplify ചെയ്തേ. 3 by 2. So x raised to 3 by 2 by 3 by 2. ആ താഴെയുള്ള 3 by 2 മുകളിൽ വരില്ലേ 2 by 3. അല്ലേ? അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പോകും കേട്ടോ. സോ 1 by 2 into 2 by 3 times x raised to 3 by 2. ലിമിറ്റ് എത്രയാണ്? 1 to 4. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 2 by 9 ആവും. 1 by 2 2 by 9 ആവും. ഈ വാല്യൂസ് കൊടുത്ത് എക്സിന് 4 കൊടുക്കുക. സോ ദിസ് ഈസ് 4 raised to 3 by 2 minus 1 raised to 3 by 2. സിംപ്ലിഫൈ ചെയ്താൽ മതി. അങ്ങനെ വെച്ചാൽ ആൻസറാണ് പറ്റുന്നൊരു സിംപ്ലിഫൈ ചെയ്യാം. 4 raised to 3 by 2 പറഞ്ഞാൽ എത്രയാണ്? ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. 4 raised to 3 by 2 കാണണം. ഇത് ആക്ച്വലി 4 raised to 1 by 2 the whole cube അല്ലേ? എങ്ങനെ കിട്ടി? a raised to m the whole raised to n. a raised to mn. a raised to m the whole raised to n. a raised to mn. mn എന്ന് പറഞ്ഞാൽ 3 by 2 into 1 by 2. 3 by 2. ഇനി 4 raised to 1 by 2 എന്ന് പറഞ്ഞാൽ ആരാ? 4ൻ്റെ റൂട്ട്. 4 റൂട്ട് എത്രയാണ്? 2. അപ്പോൾ ഇത് 2 ആവും. സോ 2 cube 8. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 by 9 into 8 minus 1 raised to 3 by 2 എത്രയാണ്? 1 തന്നെയാണ്. 8 minus 1 7. 7 into 2 14. സോ 14 divided by 9. ഇതാണ് ആൻസർ. ഓക്കെ, എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ഈ ഫോർമുല പഠിക്കുക, ഇൻ്റഗ്രേഷൻ അറിയാം. എന്താ ഫോർമുല? ആവറേജ് വാല്യൂ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 1 by b minus I into integral a to b f of x dx. ഓക്കെ.